കാര്യമുള്ള മൊഴികളായി കനവ് കണ്ട കാഴ്ചയായി കിളികളാടും ചുവടുമായി കാറ്റിനാടും മനമതിൽ കൊട്ടുവത്ത ചിന്തയായി കരുതലിന്റെ പാട്ട് പാടിക്കൊണ്ട് കൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറയൂ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോ മിശിഹ പറയുന്ന ഇതാണ്: എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. കണ്ടോ? എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിച്ചാൽ ആ സന്തോഷം നിലനിൽക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കണം. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഈശോയെ നന്ദി എന്ന് പറഞ്ഞേ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നേ? അല്ലെ നമ്മളിവിടെ വരുമോ? ഇല്ല. കണ്ടോ? അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാത്തിൻ്റെയും മൂല കാരണം ഈശോയാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ നാമം എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം, ആ സ്തുതികൾ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പം നമുക്കൊരു വിശുദ്ധമായ ജീവിതത്തിൽ ഇങ്ങനെ ഈശോയുമായുള്ള ബന്ധത്തിൽ പോകാൻ പറ്റും. നിങ്ങൾ വിശ്വാസ പരിശീലന ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടോ? സൺഡേ സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണോ? അതെ. അതെയോ? ഒരു ദിവസം വികാരിയച്ഛൻ പള്ളിയിൽ വിളിച്ച് പറയുകയാണ്, ഇന്ന് സൺഡേ സ്കൂൾ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് വിടരുന്ന ആ ഭാവം എന്തായിരിക്കും? സന്തോഷം അല്ലേ? കണ്ടോ? അപ്പോൾ ഇഷ്ടമാണെന്ന് പറയുകയും ഇന്ന് ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ സമയം നമുക്ക് 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ നഷ്ടപ്പെടുമ്പോൾ ഈശോയെക്കുറിച്ച് അറിയാനും സഭയെക്കുറിച്ച് അറിയാനും നമ്മുടെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമുക്ക് ഈ സൺഡേ സ്കൂളിലൂടെയൊക്കെ തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശ്വാസ പരിശീലനം ഇല്ലായിരുന്നെങ്കിൽ എത്ര കുട്ടികൾ നാശത്തിൻ്റെ പടുകുഴിയിൽ തലകുത്തി വീട് നശിക്കുമായിരുന്നു. മനസ്സിലായോ? അപ്പം നമുക്കൊക്കെ തിരിച്ചറിവ് ലഭിക്കുന്ന സഭയിലെ ഏറ്റവും മനോഹരമായ ഒരു വലിയ ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്നതും വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും മുടക്കരുത്. ഇപ്പം നമ്മുടെ ബാല്യ കൗമാരങ്ങളിലൊക്കെ നമുക്ക് തോന്നും, ഇതൊന്നും ഇപ്പോൾ വേണ്ട എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അപ്പോൾ നോക്കിയേ, സഭ നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ നമ്മൾ സഭയോട് ചേർന്ന് സഹകരിക്കണം. ഓക്കെയാണോ? ഓക്കെ. നമ്മളിപ്പോൾ ഏത് ഇടവകാംഗമാണ് നിങ്ങൾ ഓരോരുത്തരും? ഉറക്കെ പറഞ്ഞേ. സെയിന്റ് അഗസ്റ്റിൻ ചർച്ച് കല്ലൂർക്കാട്, അല്ലേ? വികാരിച്ചിന്റെ പേരെന്താ? ഫാദർ മാനുവൽ പിച്ചലക്കാട്ട്. അച്ഛനെ ഇഷ്ടമാണോ? അച്ഛൻ താൻ പാട്ടൊക്കെ പാടില്ലേ? കൊച്ചിന്റെ പേരെന്താ? ഞാലിപ്പറമ്പൽ. അച്ഛനെ ഇഷ്ടമാണോ? അച്ഛനും പാട്ട് പാടൂല്ലേ? അച്ഛനും നല്ല കഴിവുള്ള ആളാ അല്ലേ? വികാരിച്ചനൊക്കെ നല്ല കഴിവുള്ളല്ലേ? അതുപോലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവൊക്കെ തന്നിട്ടുണ്ട്. ആ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഈ കഴിവുകളൊക്കെ നമ്മൾ പരിശീലിക്കണം, വേണ്ടേ? ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം. सृष्टिकर्ता देवने
മോളെ എന്താണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. സന്തോഷമായിരിക്കുന്നല്ലേ? പരിപാടികളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു? ഓക്കെ. നമുക്ക് ദൈവം തന്ന കഴിവിൽ നമ്മൾ സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ ഹുലാ ഹൂപ്പ് വെച്ച് കുറേ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സഭ ഒരൊറ്റ സഭ അല്ലേ? ഒരു ശരീരം, സഭയാകുന്ന ശിരസ്. ഈ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ അല്ലേ? അല്ലേ? തിരുസഭയിലെ അംഗമാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാകും, ശിരസാണ് ക്രിസ്തു, സഭയിലെ അംഗങ്ങളാണ്, ആ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കേട്ടോ. അപ്പോൾ ക്രിസ്തുവിനോടൊത്ത് ക്രിസ്തുവിൻ്റെ അവയവമായി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലാണെങ്കിൽ പോലും നമ്മൾ ഓരോരോ പ്രത്യേക വ്യക്തിത്വമുള്ളവരാണ്. ശരിയല്ലേ? കണ്ടോ? നമ്മൾ ക്രിസ്തുവിലാണ്, പക്ഷെ നമുക്ക് നമ്മുടേതായ തനതായ വ്യക്തിത്വമുണ്ട് ഓരോരുത്തർക്കും ഇല്ലേ? ഓരോ ആൺകുട്ടിക്കും ഓരോ പെൺകുട്ടിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കുക, ക്രിസ്തുവിനോട് എന്നും ചേർന്ന് നിന്ന് സന്തോഷത്തോടെ, ആത്മസന്തോഷത്തോടെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് വരണം. വേണ്ടേ? ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സഭയിൽ ഓരോ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയിൽ നിന്ന് നമ്മുടെ മനസ്സിന്, ആത്മാവിനൊക്കെ ഒത്തിരി വെളിച്ചം തരികയാണ്. മനസ്സിലായോ? ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി വെളിച്ചം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും ഒക്കെ ഇരുളടഞ്ഞ ഒരു മണ്ഡലത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ സഭയാണ് നമ്മളെ നേരായ വഴികളിലൂടെ പറഞ്ഞു വിടാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ ഈ ലോകം അങ്ങനെ സഹായിച്ചെന്ന് വരില്ല ചിലപ്പോൾ അല്ലേ? അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് സഭയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കണം, വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ദൈവത്തിന് സ്വന്തമായിട്ടുള്ളവരുടെ സംഘമാണ് തിരുസഭ. സഭ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. പിന്നീട് ദൈവോന്മുഖമായി സഞ്ചരിക്കുന്ന സംഘമാണ് സഭ. ദൈവോന്മുഖമായി സഞ്ചരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിൽ എത്തിച്ചേരണം അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവത്തോട് ഒട്ടിച്ചേർന്നവരുടെ സമൂഹമാണ് സഭ. ദൈവത്തോട് ഒട്ടിച്ചേർന്നവരുടെ സമൂഹമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വംശമാണ് സഭ. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വംശമാണ് സഭ. പിന്നെ രാജകീയ പുരോഹിത ഗണമാണ് സഭ. വിശുദ്ധരായവരുടെ ക്രിസ്തുവിൽ ജനനം വഴി സമീപസ്ഥരായവരുടെ സംഘമാണ്, ഒരു കൂട്ടായ്മയാണ് സഭയെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, സഭയിൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലെ ഇരുൾ മാറ്റി ഒത്തിരി വെളിച്ചം നൽകുന്ന സഭയെ നമ്മൾ സ്നേഹിക്കണ്ടേ? അപ്പോൾ നമുക്ക് നന്മ തിന്മകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തരുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെയൊക്കെ വിജ്ഞാനത്തിൻ്റെ ഒരു വിളക്ക് തെളിക്കുന്ന സഭയാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചു, മനസ്സിലെ ഇരുൾ മാറ്റി വെളിച്ചം തെളിക്കുന്ന ഒരു വലിയ കാര്യമാണ് സഭ ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. എൻ്റെ മക്കൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്ക്, ഉണ്ടോ? സഭ നമ്മുടെ മനസ്സിലെ ഇരുട്ടുമാറ്റി നല്ല വെളിച്ചം തരിക. അപ്പോൾ മക്കൾ മറന്നു പോകരുത്, എൻ്റെ മനസ്സിൽ ഇരുൾ മാറ്റി വെളിച്ചം തെളിക്കുന്നു സഭ ചെയ്യുന്ന, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് വിശ്വാസ പരിശീലനത്തിലൂടെയൊക്കെ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയണം. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத, அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு.
செஞ்சிடுமே எங்க சந்ததி தடையெல்லாம் தாண்டி படியெல்லாம் ஓட்டி ஏறே ஏறே மேலே ஏறே தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுதே தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுது கேள்விப்படாத ஐஸ்வர்யங்கள் கேள்விப்படாத ஐஸ்வர்யங்கள் உன் கதவை தட்ட போகுதே உன் களஞ்சியங்கள் நிரம்ப போகுதே சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு பாப்பா நீங்க சரி பாப்பா நீங்க பாப்பா நீங்க சரி பாப்பா நீங்க சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு സഭയോട് ഈ ബോക്സിനെ ഉപമിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഇതിപ്പോൾ യേശുവിൻ്റെ ശിരസ്സാണ് സഭ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. യേശു തന്നെയാണ് സഭ. സഭയിലെ തിരുസഭ എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണെന്നാണ് അതിൻ്റെ പൂർണ്ണമായ യാഥാർത്ഥ്യം. സഭയിലെ അംഗങ്ങളാണെന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു ബോക്സ് തുറന്ന് കാണിക്കുകയാണ്. എന്താ കണ്ടോളൂ, ഇതാണ് ബോക്സ്. മനസ്സിലായോ? ഇതിന് ശേഷം ഇതാ ഞാൻ ഇതിനുള്ളിലേക്ക് വയ്ക്കുവാനായിട്ട് പോകുന്നു. ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. അപ്പോൾ സഭ ക്രിസ്തു എന്നിലേക്ക് ഇറങ്ങി വരികയാണ് അല്ലേ? പാപികളെ തേടി വന്ന പാപിയുടെ പരിപാലകനായ ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ദിവ്യകാരണത്തിലൂടെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഞാൻ വിളിച്ചാൽ എൻ്റെ അടുത്തേക്ക് വരുന്നു, എന്നെ തലോടുന്നു, ആ സ്നേഹത്തിൽ എന്നെ നിറയ്ക്കുന്നു. ഈശോ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നു, എൻ്റെ മോനെ മോളെ എന്ന് വിളിക്കുന്നു. എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, എന്നെ സുഖപ്പെടുത്തുന്ന ദൈവം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ മഹത്തായ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധയോടെ നോക്കുക. ഈശോ എന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കണം? പറയൂ. ഈശോയോട് ചേർന്ന് നിൽക്കണം. നോക്കാം, ശ്രദ്ധിക്കാം. ഈശോയോട് നമ്മൾ ചേർന്ന് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി ആ ബോക്സ് ഒന്ന് തുറക്കുകയാണ്. തുറന്നു നിന്നപ്പോൾ ഈശോയിൽ സഭയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ഇതിനെ സഹായിക്കാനായിട്ട് മോർണിംഗ് കൊണ്ട് വന്നേ. ഇവിടെ വരിക. മോർണിംഗ് വന്നേ, വരിക. ഇവിടെ നിൽക്കുക. ഇവിടെ നിന്ന് മോളിൽ കൊണ്ടുവന്നേ. ഇവിടെ നിന്നോളൂ. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുക. അപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഭവനയിൽ ഓർക്കണം, നമ്മൾ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കണം, കൂദാശകളോട് ചേർന്ന് നിൽക്കണം അല്ലേ? ശരിയാണോ? സഭയോട് ചേർന്ന് നിൽക്കുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. വൈദികരോട്, സന്യസ്തരോട്, സമർപ്പിതരോടെല്ലാം ചേർന്നിരിക്കണം. നന്മ ചെയ്യുന്നതിനോട് ചേർന്നിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ബോക്സ് ഒന്ന് തുറക്കാൻ പോവുക. ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ നോക്ക്, ശ്രദ്ധിച്ചു നോക്കിയേ. ആ ഒരു വിസ്മയ കാഴ്ചയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ നമ്മൾ വലിയവരാവുക. സത്യത്തിൽ പിതാവിനോട് ചേർന്ന് നിൽക്കുക. മോളിങ്ങനെ പിടിച്ചോളൂ. അങ്ങനെ പിടിച്ചോളൂ കേട്ടോ. നോക്ക്, പിതാവിനോട് ചേർന്ന് നിൽക്കുക. 2 നമ്മൾ പറഞ്ഞായിരുന്നു, പുത്രനോട് ചേർന്ന് നിൽക്കുക. മോനെ മുകളിൽ ഇങ്ങനെ പിടിച്ചോളൂ. ഇവിടെ ഓക്കെ. എന്താണ്? പുത്രനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ആ സൗമ്യതയുള്ളൊരു പക്ഷിയായി പ്രാവിൻ്റെ രൂപത്തിൽ. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ മെശിഹ, നോക്ക്, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. മുന്നോളി പിടിച്ചോളൂ. അങ്ങനെ പിടിച്ചോളൂ. പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്, പുത്രൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആരോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിന്നേ? ഉറക്കെ പറ. സന്തോഷമായിട്ട് പറഞ്ഞേ. ഈശോയോട്. അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന, ഈശോ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം എന്ന് നമ്മൾ സൂചിപ്പിച്ചില്ലേ? നോക്കിയേ. ഇനി നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ ഈശോ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു അല്ലേ? ഇനി ഈശോ സഭയുടെ ശിരസായതുപോലെ എൻ്റെയും ശിരസായിട്ട് ഈശോ മാറ്റപ്പെടുകയാണ്. നോക്കുക, നമ്മളൊരു കട്ടയൊക്കെയാണ് ഇതിലേക്ക് വെച്ചത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക, മനോഹരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയായിരിക്കണം
കേന്ദ്ര ബിന്ദു. മനസ്സിലായോ? അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈശോ ആയിരിക്കണം നമ്മുടെ കേന്ദ്രബിന്ദു. ഈശോ കൂടാതെയുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല. ശക്തനാം ദൈവമേ, മുക്തനാം ദൈവമേ, ശരണം തരണേ പൊന്നേശുതാതാ. ശക്തനാം ദൈവമേ, മുക്തനാം ദൈവമേ, ശരണം തരണേ പൊന്നേശുതാതാ. ശരണം ശരണം തവ ചരണം സ്നേഹപിതാവേ, ശരണം 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 തവ ചരണം പൊന്നേശുനാഥനെ, ശരണം 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 തവ ചരണം പരിശുദ്ധാത്മനെ, ശരണം. ശക്തനാം ദൈവമേ, മുക്തനാം ദൈവമേ, ശരണം തരണേ പൊന്നേശുതാതാ. കരുണയും സ്നേഹവും ആലംബമായി നിൻ കരുണയും സ്നേഹവും ആലംബമായി, നിൻമൊഴി എന്നിൽ ദീപവുമായി. എന്നെ അറിഞ്ഞവൻ, എന്നെ കണ്ടവൻ, എന്നെ അറിഞ്ഞവൻ, എന്നെ കണ്ടവൻ, എന്നെ പേർ ചൊല്ലി വിളിച്ചുവല്ലോ. ശക്തനാം ദൈവമേ, മുക്തനാം ദൈവമേ, ശരണം തരണേ പൊന്നേശുതാതാ. നിൻവടിയും കോലും ആശ്വാസമായി, നിൻവടിയും കോലും ആശ്വാസമായി, നിന്ദയ എൻ്റെ ജീവനുമായി. എന്നെ വിളിച്ചവൻ, എന്നെ ചേർത്തവൻ, എന്നെ വിളിച്ചവൻ, എന്നെ ചേർത്തവൻ, എന്നെ നിത്യം പരിപാലിക്കും. ശക്തനാം ദൈവമേ, മുക്തനാം ദൈവമേ, ശരണം തരണേ പൊന്നേശുതാതാ. ശരണം ശരണം തവ ചരണം സ്നേഹപിതാവേ, ശരണം 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 തവ ചരണം പൊന്നേശുനാഥനെ, ശരണം 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 തവ ചരണം
സ്നേഹപിതാവേ ശരണം 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 തവ ചരണം സ്നേഹപിതാവേ ശരണം. ഞാൻ കുറേ പേപ്പർ കഷ്ണങ്ങൾ എടുക്കുക. നോക്കിയിരുന്നോളൂ, പേപ്പർ കഷ്ണങ്ങൾ എടുക്കുന്ന കണ്ടോ? പേപ്പർ കഷ്ണങ്ങളൊക്കെ എടുത്തു. എടുത്തിട്ട് ഞാനത് ഓരോന്നോരോന്ന് വെക്കുക. അപ്പം നമ്മൾ ഒറ്റപ്പെട്ട സ്വാർത്ഥമതികളുടെ കൂടാരങ്ങളായി മാറാതെ എപ്പോഴും ഞാൻ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, സഭയോട്, വചനത്തോട്, പരിശുദ്ധ കുർബാനയോട്, കൂതാശകളോടൊക്കെ നമ്മൾ ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ, ആത്മീയ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യതയുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ മാറും. ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ആത്മീയ സന്തോഷമുള്ളവരായിട്ട് മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സഭയോട് ചേർന്ന് നിൽക്കുക, കൂതാശകളോട് ചേർന്ന് നിൽക്കുന്ന കാര്യം നമ്മൾ പരമാത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി വളരെ എൻ്റെ മക്കളൊന്നും ശ്രദ്ധിച്ചിരുന്നോളണം, നമ്മൾ ഒറ്റപ്പെട്ടതാണ്, പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണെന്നുള്ള സത്യം മറക്കരുത്. ഇനി ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ പല പീസുകളായി അല്ലേ പല പീസുകളായിരുന്നു നമ്മൾ നിങ്ങളുടെ കൺമുമ്പിൽ ഇത് നോക്കാം, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ആ പല പീസുകളാക്കി വെച്ചിരുന്ന ഒരു ന്യൂസ് പേപ്പർ അല്ലേ? ഇതാണ് ക്രിസ്തുവിൽ നമ്മൾ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ടുള്ളതെന്ന് സത്യം മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് ഇന്നു മുതൽ ദൈവത്തോടൊത്ത്, ഈശോയോടൊത്ത്, ഈശോയുടേതായി നമ്മൾ വളർന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് വേണം നമ്മൾ വളർന്നു വരുവാൻ. ഈശോ ശിരസ്സാണ്, ഇതാ ഒറ്റ തണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, തിരുസഭ എന്ന് പറയുന്നത് ഏകമാണ്, തിരുസഭ വിശുദ്ധമാണ്, തിരുസഭ സാർവത്രികമാണ്, തിരുസഭ ശ്ലൈഹികമാണ് അല്ലേ? സഭയുണ്ട്, നമ്മുടെ സമുദായമുണ്ട്, സമൂഹമുണ്ട് അല്ലേ? അപ്പോൾ നോക്കി, നമ്മൾ ക്രിസ്തു നമ്മുടെ ശിരസ്സും, നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്, തായ് വേരെന്ന് പറയുന്ന ക്രിസ്തുവാണ്, അതിൻ്റെ ശാഖകളാണ് നമ്മൾ ഓരോരുത്തരും. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മിടുക്കന്മാരും മിടുക്കളായിട്ട് തീരണ്ടേ? ഓക്കെ, അതിന് കഴിയണം. അതുകൊണ്ട് സന്തോഷത്തോടെ നന്നായിട്ട് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കാര്യമുള്ള മൊഴികളായി, കനവ് കണ്ട കാഴ്ചയായി, കിളികളാടും ചുവടുമായി, കാറ്റിനാടും മനമതിൽ കൊട്ടുവത്ത ചിന്തയായി.